Hi, welcome to Punch a Hunch. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബെസ്വാഡ വിൽസൺ ഇൻ കോൺവെർസേഷൻ വിത്ത് പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇതൊരു കോൺവെർസേഷൻ പോലെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തത് ദ റിയാലിറ്റി ഓഫ് ഈ പാഠം മെയിൻ ആയിട്ട് മാനുവൽ സ്കാവേജിങ്ങിനെ പറ്റിയാണ്. മാനുവൽ സ്കാവേജിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പണി എന്നാണ് ഇതിന് മലയാളം. നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ തലയിൽ വെച്ചിട്ട് ചട്ടിയിലോ അല്ലെങ്കിൽ കൊട്ടയിലോ വെച്ചിട്ട് ചുമന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ അവര് ഈ കക്കൂസ് വൃത്തിയാക്കുന്ന പോലത്തെ പണികൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ മലം അല്ലെങ്കിൽ ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ അവര് കൈ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളത് കൊണ്ട് വെച്ചിട്ട് തലയിൽ വെച്ച് പോകേണ്ട അത് വൃത്തിയാക്കുക. അതിനെയാണ് നമ്മൾ മാനുവൽ സ്കാവേജിങ് എന്ന് പറയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാസ്റ്റ്, പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ആൾക്കാര് തൊട്ടിപ്പണി എടുക്കുന്നതിനെ പറ്റി. തൊട്ടിപ്പണി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡെറഗേറ്ററി ടേം ആണ്. ഓക്കെ, അത് നമ്മൾ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ടേം ആണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു കോൺവെർസേഷൻ. നമ്മുടെ ബെസ്വാഡ വിൽസണും അതുപോലെ തന്നെ പെരുമാൾ മുരുകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻ ആണത്. ദ റിയാലിറ്റി ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആദ്യത്തത്. ഓക്കെ, ബെസ്വാഡ വിൽസൺ ഇൻ കോൺവെർസേഷൻ വിത്ത് പെരുമാൾ മുരുകൻ. നമുക്കിനി അടുത്തത് നോക്കാം. ദ റിയാലിറ്റി ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ഇൻ ഇന്ത്യ. വിൽസൺ വെച്ചിട്ട് ആരാണ്? ബെസ്വാഡ വിൽസൺ ആണ്. ബെസ്വാഡ വിൽസൺ begins by highlighting how manual scavenging continues despite being legally banned under the Employment of Manual Scavengers and Construction of Dry Latrines Prohibition Act 1993. 1993 എംപ്ലോയ്മെന്റ് ഓഫ് മാനുവൽ സ്കാവെഞ്ചേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാട്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1993 ഒരു നിയമപ്രകാരം, ഒരു ആക്ട് പ്രകാരം നമ്മളെ ഈ മാനുവൽ സ്കാവേജിങ് നിയമപ്രകാരമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ലീഗലി ഇത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അനായാസം തുടരുന്നതിനെ പറ്റിയിട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ബെസ്വാഡ വിൽസൺ പറയുന്നത്. The government claims that the practice no longer exists, but Wilson exposes this as a lie. ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ മാനുവൽ സ്കാവെഞ്ചിങ് ഒന്നുമില്ല, ആൾക്കാർ ഒന്ന് ഹ്യൂമൻ വേസ്റ്റ് ശേഖരിക്കുന്ന പണി അല്ലെങ്കിൽ അവർ ഹ്യൂമൻ വേസ്റ്റ് എടുത്ത് കളയുന്ന പണി ഒന്നും ഇന്ന് ഇല്ല എന്നാണ് നമ്മുടെ ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത്, ഗവൺമെന്റ് ആരോപിക്കുന്നത്. പക്ഷെ നമ്മുടെ ബെസ്വാഡ വിൽസൺ പറഞ്ഞത് ഇതെന്താണ്? ശുദ്ധ നുണയാണെന്നാണ് ബെസ്വാഡ വിൽസൺ പറഞ്ഞത്. നമ്മുടെ കേരളത്തില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആമയിഞ്ചാൻ തോട് എന്ന് പറഞ്ഞിട്ടുള്ള തോട് വൃത്തിയാക്കുന്ന സമയത്ത് ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ ഒരു സ്കാവെഞ്ചിങ്ങിന്റെ ഭാഗമാണ്. അവർ ആ തൊഴിൽ ചെയ്യുന്നത് വഴി അവർ മരണപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഈ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ പോകുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ഈ സ്കാവേജിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ തന്നെ ഈ ഒരു ഗ്യാസിന്റെ മണം കൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അവർ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് മരണപ്പെടുന്നുണ്ട്. ഓക്കെ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു മാനുവൽ സ്കാവേജിങ്ങിലേക്ക് ഇറങ്ങുന്നത്. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ലീഗലി അവരിത് ബാൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ലീഗലി ബാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പൊ ഇത് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വിൽസൺ പറഞ്ഞത് അത് ശുദ്ധ നുണയാണ്. ഇപ്പോഴും അത് അനായാസം എന്ന് തുടരുന്നുണ്ട്. ഇങ്ങനെ മാനുവൽ സ്കാവേജിങ് അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന ജോലികൾ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് റിയാലിറ്റി ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ഇന്ത്യയിലെ അടുത്ത ഇത്. Thousands of people, mostly from Dalit communities, are still engaged in the hazardous and degrading work, which includes cleaning dry latrines where human waste must be removed manually. അതായത് 1000-ഓളം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ദളിത് വിഭാഗത്തിൽ പെടുന്ന 1000-ഓളം ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ലാട്രിൻസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ കൈകൊണ്ട് മാനുവലി അവർ നീക്കം ചെയ്യുന്നുണ്ട്. എൻ്ററിങ് സെപ്റ്റിക് ടാങ്ക് വിതൗട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്, ഒരു സേഫ്റ്റി എക്യുപ്മെന്റും ഇല്ലാതെ അവർ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ക്ലീനിങ് ഡ്രെയിൻസ് ആൻഡ് റെയിൽവേ ട്രാക്സ് എക്സ്പോസിംഗ് വർക്കേഴ്സ് ടു ടോക്സിക് ഗ്യാസസ്. അതായത് അവര് നമ്മുടെ ഈ റെയിൽവേ ട്രാക്സും ഡ്രെയിൻസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ ടോക്സിക് ഗ്യാസ് മൂലം, അത് ശ്വസിക്കുന്നത് മൂലം ചില ആൾക്കാർ മരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റെയിൽവേന്റെ ഒരു തോട് വൃത്തിയാക്കാൻ പോയ സമയത്ത്, ആമഴഞ്ചാൻ എന്നാണ് തോടിന്റെ പേര്, ആ തോട് വൃത്തിയാക്കാൻ പോയ സമയത്താണ് ജോയ് എന്ന് പറഞ്ഞ വ്യക്തി മരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ജോയിന്റെ ആ ഒരു ഭാഗം നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണത്. ക്ലിയറിംഗ് ഡെഡ് ആനിമൽസ് ആൻഡ് ഗാർബേജ് ഓഫൺ വിത്തൗട്ട് പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് ഗിയർ.
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒന്നും കാര്യമില്ലാതെ നമ്മുടെ ഈ ചത്ത ആനിമൽസിനെ മാറ്റുക, അല്ലെങ്കിൽ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ മാറ്റുന്നുണ്ട് അവരെ കൈകൊണ്ട്. The consequences of this work severe. Many workers die from suffocation, infections and toxic exposure. അപ്പൊ ഈ ഒരു വർക്ക് കാരണം ഉണ്ടാവുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാണ്. ഇത് കാരണം നമ്മുടെ സഫോക്കേഷൻ കാരണം, ശ്വാസം മുട്ടൽ കാരണം, ഇൻഫെക്ഷൻ കാരണം, അതുപോലെ തന്നെ ടോക്സിക് എക്സ്പോഷർ, നമ്മുടെ ടോക്സിക് ഗ്യാസ് ശ്വസിച്ചത് മൂലമൊക്കെ ആൾക്കാർ എന്താകുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. ദീസ് ഡെത്ത്സ് ആർ നോട്ട് ജസ്റ്റ് ആക്സിഡന്റൽ. ഈ ഡെത്ത് എന്തായാലും ഒരു അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടുള്ള മരണം അല്ല ഈ മരണം ഒന്നും വരുന്നത്. ഓക്കെ, വിൽസൺ കോൾസ് ദം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേർഡേഴ്സ് കോസ്ഡ് ബൈ ഗവൺമെന്റ് നെഗ്ലെക്ട് ആൻഡ് സൊസൈറ്റീസ് ഇൻഡിഫറൻസ്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവറും ഒരു ആക്സിഡന്റലി ഉണ്ടാവുന്ന മരണമല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മരണമല്ല ഇത്. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ഇൻഡിഫറൻസ്, സൊസൈറ്റിയിലുള്ള തുല്യമല്ലാത്തൊരു സൊസൈറ്റി, സമൂഹത്തിലുള്ള തുല്യതയില്ലായ്മയിലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു അവഗണന കാരണം ഉണ്ടാവുന്ന, നെഗ്ലെക്ട് കാരണം ഉണ്ടാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആണ് ഇതെന്നാണ് നമ്മുടെ വിൽസൺ പറയുന്നത്. അടുത്തത് ദ സുപ്രീം കോർട്ട് വേർഡിക്ട് ആൻഡ് ഗവൺമെന്റ് apathy ആണ്. വിൽസൺ റീകോൾസ് ഹൗ ദിസ് activism led to a 2014 സുപ്രീം കോർട്ട് വേർഡിക്ട് വിച്ച് നമ്മുടെ 2014 സുപ്രീം കോർട്ട് വേർഡിക്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർഡ് മാനുവൽ സ്കാവെഞ്ചിങ് ഇല്ലീഗൽ ആൻഡ് ഡിമാൻഡഡ് ആൻ എൻഡ് ടു ഇറ്റ്. 2014 നമ്മുടെ ഈ ഒരു സുപ്രീം കോടതി പറയുന്നുണ്ട് മാനുവൽ സ്കാവെഞ്ചിങ് എന്തായാലും തൊട്ടിപ്പണി വരുന്ന ഒരു ജോലി എന്തായാലും അവസാനിപ്പിക്കണം, അത് ഇല്ലീഗലാണ്, അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഓർഡർഡ് റീഹാബിലിറ്റേഷൻ ഓഫ് മാനുവൽ സ്കാവെഞ്ചേഴ്സ്, നമ്മുടെ മാനുവൽ സ്കാവെഞ്ചിങ് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. മാൻഡേറ്റഡ് 10 lakh compensation for families of those who died while cleaning septic tanks. Septic tanks ക്ലീൻ ചെയ്യുന്ന സമയത്ത് മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് 10 ലക്ഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോമ്പൻസേഷൻ പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. However, എന്നിരുന്നാലും the government has not enforced these rulings properly. പക്ഷെ ഈ നിയമങ്ങളൊന്നും നമ്മുടെ ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കിയിട്ടില്ല. Bureaucratic hurdles prevent families from receiving compensation and most cases go unreported. അധിക സമയത്തും നമ്മുടെ സെപ്റ്റ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വഴി തൊഴിലാളികൾ മരിക്കുന്ന സമയത്ത് ഒന്നെങ്കിലും ആ കേസ് റിപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലീഗൽ നിയമപരമായുള്ള നൂലാമാല കാരണം നമ്മുടെ ഫാമിലീസിനൊന്നും എന്ത് കിട്ടുന്നില്ല, സഹായം ലഭിക്കുന്നില്ല. Officials often shift blame and the use of modern cleaning technology is still limited due to caste-based biases. അതായത് നമ്മുടെ ജാതി വിവേചനം മൂലം നമ്മളുടെ ഈ ഒരു മോഡേൺ ക്ലീനിങ് ടെക്നോളജീസ് ഒന്നും ഇപ്പോഴും ലിമിറ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിൽസൺസ് പേഴ്സണൽ ജേർണി ആണ് പിന്നെ അടുത്തൊരു ടോപ്പിക് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. വിൽസൺ ഷെയർസ് ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ബീങ് ബോൺ ഇൻ ടു എ ദളിത് ഫാമിലി ഓഫ് മാനുവൽ സ്കാവെഞ്ചേഴ്സ് ഇൻ കർണാടക. നമ്മുടെ കർണാടകയിലെ ഒരു മാനുവൽ സ്കാവെഞ്ചേഴ്സിന്റെ ഫാമിലിയിലാണ് ബെസ്വാഡ വിൽസൺ ജനിച്ചത്. ഹിസ് പാരന്റ്സ് വർ ഇൻവോൾവ്ഡ് ഇൻ ക്ലീനിങ് ഹ്യൂമൻ വേസ്റ്റ് ബട്ട് ദേ എൻഷുർഡ് ഹി ഗോട്ട് ആൻ എഡ്യൂക്കേഷൻ ടു എസ്കേപ്പ് ദ കാസ്റ്റ് ബേസ്ഡ് ഓക്യുപ്പേഷൻ. ഈ തൊട്ടിപ്പണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ചല്ല താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് തൊട്ടിപ്പണി ചെയ്യുക, അല്ലെങ്കിൽ അവരാണ് സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുക. അപ്പൊ നമ്മുടെ ഈ ബെസ്വാഡ വിൽസൺ ജനിച്ചത് അങ്ങനത്തെ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയിലാണ്. അവരുടെ പേരൻസ് ഒക്കെ ആ ജോലി ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു സ്കാവെഞ്ചിങ് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി നല്ലൊരു എഡ്യൂക്കേഷൻ, നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കുക മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ പേരൻസ് മനസ്സിലാക്കുകയും നമ്മുടെ ബെസ്വാഡ വിൽസൺ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ആണ് ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ദളിതായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൊട്ടിപ്പണി ചെയ്യണം. ഓക്കെ, കാസ്റ്റ് ബേസ്ഡ് ആണ് സാധനം, അങ്ങനെയാണ് വരുന്നത്. ഒരിക്കലും നമ്മള് കാസ്റ്റിന്റെ ബേസിൽ എന്താക്കാൻ പാടില്ല, ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങളിപ്പോ ദളിത് ആയതുകൊണ്ട് ഈ പണിയെ ചെയ്യാൻ പാടുന്നുള്ള സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റി നമ്മുടെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് സാധനം. ചൈൽഡ്ഹുഡ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് അടുത്തത്. വിൽസൺ വാസ് ബുള്ളീഡ് ഇൻ എ സ്കൂൾ ഫോർ ബീങ് ഫ്രം ദ സ്കാവെഞ്ചർ കാസ്റ്റ്. ഈ സ്കാവെഞ്ചർ കാസ്റ്റിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്കൂളിലൊക്കെ നമ്മുടെ ഈ വിൽസനെ കുട്ടികൾ എന്താക്കിയിട്ടുണ്ട്, ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. He was called Totti, a derogatory term for scavengers. അദ്ദേഹത്തിന് തൊട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അതൊരു ഡെറഗേറ്ററി ടേം ആണ്. സ്കാവെഞ്ചേഴ്സിന് പറയുന്നത്. വിച്ച് മെയ്ഡ് ഹിം ഡീപ്ലി അഷെയിംഡ് ഓഫ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം വളരെ നാണം കെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് അവോയ്ഡഡ് ടച്ചിങ് ഹിം, റീഇൻഫോഴ്സിംഗ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ടീച്ചേഴ്സും കൂടെ പഠിക്കുന്ന കുട്ടികളൊന്നും അദ്ദേഹത്തിന് തൊടൂലായിരുന്നു. ഇവിടെ എന്താണ്, വീണ്ടും ആ ജാതി വിവേചനം എന്ന് പറഞ്ഞ സാധനത്തിന് ഒന്നുകൂടി ഊന്നൽ കൊടുക്കുകയാണ്.